ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യത്തിൽ സ്പീഡിൽ ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അതിലാദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, കുറച്ചധികം തിരക്കായിപ്പോയി. ഓക്കെ, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ചധികം അത്യാവശ്യങ്ങളുള്ളത് കൊണ്ട് തന്നെ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാർട്ടുകൾ അല്ലേ, അതിൻ്റെ ഒരു സ്പീഡിന് ഒരു ചെറിയ കുറവ് വന്നത്. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അത് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുറേ പേര് അത് പരാതിയായി പറഞ്ഞിരുന്നു. പക്ഷേ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് മാറ്റാൻ പറ്റാത്ത കുറച്ച് തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് എന്ത് പറ്റിയത്, ക്ലാസ് കുറച്ച് ലേറ്റായത്. ഇനി വരുന്ന ദിവസങ്ങൾ മാക്സിമം സ്പീഡിൽ തന്നെ പോവാം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരെ പറ്റിയിട്ടാണ് പഠിച്ചത്, പാവം ബോയിലിനെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ. ബോയിൽസ് ലോയിൽ എന്തിനെ പറ്റി പറയുന്നു, പ്രഷറും അതുപോലെ തന്നെ എന്താണ് വോളിയവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്നു അല്ലെ. പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാൾസ് ലോയെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ചാൾസ് ലോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കുറേ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അറിയാവുന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നിങ്ങളൊരു ബലൂൺ വീർപ്പിക്കുക. ഈ ബലൂൺ വീർപ്പിച്ച് തന്നെ കെട്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് മുക്കി വയ്ക്കുക. അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബലൂൺ ഇരുന്ന് അതിൻ്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. ഈ വലിപ്പത്തിനാണല്ലോ നമ്മൾ വോളിയം എന്ന് പറയുന്നത് അല്ലേ. ഒരു ഒബ്ജക്റ്റ് എന്തോ ആയിക്കോട്ടെ, അതിരിക്കാൻ വേണ്ട സ്ഥലം, അതാണ് വോളിയം. ഗ്യാസിനെ സംബന്ധിച്ച് എന്തായിരിക്കും, അത് ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത്, ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത്, അതിൻ്റെ വലിപ്പത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും, നമ്മളൊരു ബലൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വോളിയം മാറ്റാൻ പറ്റും. എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അകത്തിരിക്കുന്ന ഗ്യാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ വോളിയം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ എന്ത് പറ്റി, ഇതിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കുറയുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇനി ഇതേ ബലൂണിന് നമ്മൾ എടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ, ബലൂണിൽ റബ്ബർ ഒഴുകി പോകുന്ന ചൂടൊന്നുമല്ല, ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് നോക്കി, അല്പം കഴിയുമ്പോൾ ഈ ബലൂൺ വീണ്ടും വീർക്കുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ അവിടെ നിന്ന് എന്താ മനസ്സിലാക്കിയത്, ഈ പറയുന്ന തണുത്ത വെള്ളത്തിലും ചൂടുവെള്ളത്തിലും എന്താണ് മാറ്റം, ടെമ്പറേച്ചർ, താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പോൾ താപനില എന്ന് പറഞ്ഞത് മാറിയപ്പോൾ ഈ പറയുന്ന ഗ്യാസിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ വ്യാപ്തം കുറഞ്ഞു, ടെമ്പറേച്ചർ കൂടിയപ്പോൾ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ത് ചെയ്തു, കൂടി. ഇതിനെയാണ് സിമ്പിളായിട്ട് എന്ന് പറയുന്നത് ചാൾസ് ലോ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ചാൾസ് ലോ. ഇനി ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്. സംഭവം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു കുപ്പി എടുക്കുക. ഓക്കെ, ഒരു കുപ്പി എടുക്കുക, ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കുക. ഈ കുപ്പിയുടെ അടപ്പ് ഇങ്ങനെ വെച്ചിട്ട് അടപ്പിലൊരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ഒരു പൈപ്പിനെ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക, ഒരു റീഫിൽ തന്നെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് അതിന് നടുക്കായിട്ട് ഒരു ചെറിയ ഒരു മഷി ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു തുള്ളി മഷി വെച്ചിട്ട് അതിനെ നടുക്കാക്കി കൊണ്ട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഈ പറയുന്ന ഗ്ലാസ്, ഈ പറയുന്ന ബോട്ടിലിനകത്ത് ഇപ്പോൾ എന്തുണ്ട്, ഗ്യാസ് ഉണ്ട് അല്ലെ. എന്തുണ്ട്, വാതകം, ഗ്യാസ് ഉണ്ട്. ഈ പറയുന്ന ട്യൂബിൻ്റെ താഴെ വരെയാണ് ഗ്യാസ് ഉള്ളത്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ മുകളിൽ മഷി നിൽക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ മഷി തള്ളിക്കളഞ്ഞ് പോകുമായിരുന്നു, അല്ലെങ്കിൽ മഷി താഴോട്ട് വരുമായിരുന്നു. രണ്ടും ചെയ്യാതെ അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ താഴത്തെ പോയിന്റ് വരെ ഇപ്പോൾ എന്തുണ്ട്, ഗ്യാസ് ഉണ്ട്. നിങ്ങൾ ഇരു കൈകൾ ഉപയോഗിച്ച് ഇതുപോലെ എന്ത് ചെയ്യുക, ആ കുപ്പിയെ ഒന്നും കൂടെ പൊത്തിപ്പിടിക്കുക. എന്ത് പറ്റും, നിങ്ങളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാകും. ഗ്ലാസ്, ഈ പറയുന്ന ഗ്ലാസ് പാത്രത്തിൻ്റെ താപനില കൂടും, ടെമ്പറേച്ചർ കൂടും. നിങ്ങൾ എന്ത് കാണും, ഓക്കെ, കവർ ദ ബോട്ടിൽ വിത്ത് യുവർ പാം, വാട്ട് ഡു യു ഒബ്സർവ്. നമ്മൾ എന്ത് കാണും, ഈ മഷിത്തുള്ളി എന്ന് പറയുന്നത് മുകളിലോട്ട് ഉയരുന്നതായിട്ട് നിങ്ങൾ കാണും. ഈ മഷിത്തുള്ളി എന്ന് പറയുന്നത് എങ്ങോട്ട് ഉയരുന്നതായിട്ട് കാണും, മുകളിലോട്ട് ഉയരുന്നതായിട്ട് കാണും. അതായത് ഈ പറയുന്ന ഇങ്ക് എന്ത് ചെയ്യും, റൈസസ് അപ്പ്, അത് മുകളിലേക്ക് ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ് ടു വിച്ച് പോയിന്റ്, ഇതിൻ്റെ കാരണത്തിലോട്ട് വരികയാണേ. സിമ്പിളാണ്. കാരണം എന്താ, ഇവിടെ വരെയല്ലേ ഗ്യാസ് ഉള്ളത്. നിങ്ങൾ കൈകൊണ്ട് പൊത്തി പിടിച്ചപ്പോൾ എന്ത് പറ്റി, ഗ്യാസിൻ്റെ താപനില കൂടി, ടെമ്പറേച്ചർ കൂടി. അതെന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, ഇരിക്കാൻ സ്ഥലം കൂടുതൽ വേണം അല്ലേ. അപ്പോൾ ഇവിടെ വരെയുള്ള സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ സ്ഥലം കൂടുതൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഇരിക്കുന്ന മഷിയൊന്നും പൊക്കണം അല്ലേ. അപ്പോൾ താഴെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഈ മഷി എന്ത് ചെയ്തു, മുകളിലോട്ട് പൊക്കി. അതുകൊണ്ടാണ് മഷി ഉയരുന്നതായിട്ട് നമ്മൾ കണ്ടത്. അതാണ് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ബോട്ടിൽ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ റീഫിൽ ദാറ്റ് കണ്ടെയ്ൻസ് ഇങ്ക്, അവിടെ വരെയാണ് എന്തുള്ളത്, എയർ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൈകൊണ്ട് ഒത്തുപിടിച്ചപ്പോൾ ടെമ്പറേച്ചറിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഡസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടെ ഇപ്പോൾ എന്താ കൂടിയത്, വോളിയോ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. വോളിയോ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ടാണ് കൂടുതൽ സ്ഥലത്തിന് വേണ്ടിയിട്ട് മഷി എന്ത് ചെയ്ത് പൊക്കിയത്. സോ ഇറ്റ് ഈസ് നൗ ക്ലിയർ ദാറ്റ് വൈ ദ ഇൻക്രൈസസ് അപ്പ്. എന്തുകൊണ്ടാണ്, ടെമ്പറേച്ചർ കൂടി, അപ്പോൾ വോളിയം കൂടി. വോളിയം കൂടുമ്പോൾ ഇരിക്കാനായിട്ട് കൂടുതൽ സ്പേസ് വേണം, സ്ഥലം വേണം. അപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് മഷിയെ തള്ളി അങ്ങോട്ട് മാറ്റി. ഓക്കെ, ഇനി ഇതിനെ വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുപ്പിയെ നിങ്ങൾ മൊത്തത്തിൽ എടുത്ത് വെള്ളത്തിൽ വെച്ച് തണുപ്പിക്കുക. എന്താ കാണുന്നത്, വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഇങ്ക് എന്ന് പറയുന്നത്, മഷി എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടാകാം, താഴേക്ക് വന്നിട്ടുണ്ടാകാം അല്ലെ. അത് താഴേക്ക് ലോവേഡ്, അതെന്ത് ചെയ്തു, താഴേക്ക് വന്നിട്ടുണ്ടാകും. ഉറപ്പാണ് വന്നിട്ടുണ്ടാകും. എന്തുകൊണ്ടായിരിക്കും, വോളിയം എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്തു, വോളിയം എന്ന് പറയുന്നത് ഇവിടെ ഡിക്രീസ് ചെയ്തു. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഡിക്രീസ് ചെയ്തു.
ബലൂണിൻ്റെ എക്സാമ്പിൾ അതേ സംഭവമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഒരു പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിറിഞ്ചിൻ്റെ കാര്യം പഠിച്ചില്ലേ. അപ്പോൾ അതുപോലെ ഇവിടെയും സിറിഞ്ചൊന്നും വയ്ക്കാതെ സിറിഞ്ചിനെ തള്ളാനുള്ള വോളിയൊന്നും പെട്ടെന്ന് ഗ്യാസിന് കിട്ടണമെന്നില്ല. ഇനി അതിനുള്ള സെറ്റപ്പ് ഒന്നും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് മഷിക്കുപ്പി വെച്ചിട്ട് ഈ ഒരു സംഭവം പറഞ്ഞു തന്നത്. ഓക്കെ, ഇതൊരു ഫ്രീലി മൂവിങ് പിസ്റ്റണെ പോലെയാണ്. ഈ വാക്ക് ഓർത്ത് വെച്ചോ. ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ ഫ്രീലി മൂവിങ് പിസ്റ്റൺ എന്ന് കണ്ടാൽ എന്താണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു ട്യൂബ്, ആ ട്യൂബിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, ഇവിടെ അത് മഷി എന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ താഴത്തെ വോളിയം കൂടിയാലോ പ്രഷർ മാറിയാലോ എന്ത് ചെയ്യും? ഈ മഷിയുടെ തുള്ളി മുകളിലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യും. ഇതൊരു പിസ്റ്റൺ അറേഞ്ച്മെന്റ് പോലെ തന്നെയാണ്. പിസ്റ്റൺ എന്ന് വെച്ചാൽ സിറിഞ്ചിൻ്റെ ആ സംഭവം, അത് ഓർത്ത് വെച്ചാൽ മതി. ഇത്രയുള്ള സംഭവം. അപ്പോൾ നിയമത്തിൻ്റെ പേരെന്താ? അപ്പോൾ എന്താ സംഭവിച്ചത്? എന്താ അവിടെ സംഭവിച്ചത്? വോളിയം കൂടിയപ്പോൾ, ടെമ്പറേച്ചർ കൂടിയപ്പോൾ എന്ത് കൂടിയടാ? വോളിയവും കൂടി. ഇത് ആദ്യം കണ്ടെത്തിയത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഈ കാണുന്ന അപ്പൂപ്പനാണ്. മുടിയൊക്കെ നീട്ടി വളർത്തിയ അപ്പൂപ്പനാണ്. പേരാണ് ജാക്കസ് അലക്സാണ്ടർ സീസർ ചാൾസ്. നമുക്ക് ചാൾസ് മതി. നമുക്ക് ആര് മതി? ചാൾസ് മതി. നമുക്ക് ആകെ അറിയാവുന്ന ജൂലിയസ് സീസറിനെയാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇത് ജാക്കസ് അലക്സാണ്ടർ സീസർ ചാൾസ് ആണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ കണ്ടോ? ഫ്രാൻസിലുള്ള ഒരുപാട് ബുദ്ധിയുള്ളവരുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ, 18ാം നൂറ്റാണ്ടിലാണ് ഇത് കണ്ടെത്തുന്നത്. എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം. വ്യാപ്തവും അല്ലെങ്കിൽ താപനിലയും. വ്യാപ്തവും താപനിലയും, വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് നമുക്കറിയാമെന്നുള്ളത്. ടെമ്പറേച്ചർ കൂടിയാൽ, പറഞ്ഞ പിള്ളേരെ, ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് കൂടിയാൽ? ടെമ്പറേച്ചർ കൂടിയാൽ വോളിയവും കൂടും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയവും കുറയും. നമുക്കിതൊരു ഗ്രാഫിൽ വരച്ച് കാണിച്ചാലോ? നമുക്കിത് എന്ത് ചെയ്യാം? ഒരു ഗ്രാഫിൽ വരച്ച് നോക്കിയാലോ? നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാഫാണ്. മനോഹരമായ ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൻ്റെ ഈ പറയുന്ന എക്സ് ആക്സിസിൽ ഞാൻ എന്തെടുത്തു? ടെമ്പറേച്ചർ എടുത്തു. വൈ ആക്സിസിൽ ഞാൻ എന്തെടുത്തു? വോളിയവും എടുത്തു. നിങ്ങൾക്കറിയാം ഈ പോയിന്റ് എന്ന് പറയുന്നത് 0. ഇവിടെ വോളിയവും 0 ആയിരിക്കും, ടെമ്പറേച്ചർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റ് ഗ്രാഫിൻ്റെ തുടക്കം. ഇത് -x ആക്സിസ്, ഇത് -y ആക്സിസ്. ഞാൻ പറയാണ്, ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ, 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഏതോ ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 10 ലിറ്ററാണ്. അപ്പോൾ അതിൻ്റെ പോയിന്റ് ഇവിടെ ആയിരിക്കുമല്ലോ, ഇവിടെ ആയിരിക്കും. ഞാൻ ടെമ്പറേച്ചർ 100-ൽ നിന്ന് ഒരു 120 ഡിഗ്രി സെൽഷ്യസ് കൂട്ടിയാൽ നിങ്ങൾ പറ, വോളിയം കൂടുമോ കുറയൂ? വോളിയം ഉറപ്പായിട്ടും കൂടിയിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ പറയും സാറേ വോളിയം കൂടി, 10 എന്നുള്ളത് ചിലപ്പോൾ ഒരു 12 ലിറ്റർ ആയി കാണും. ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്. ഇനി 100-ൽ നിന്ന് ഞാൻ ടെമ്പറേച്ചർ കുറച്ചാലോ, ഞാൻ ഇതൊരു 50 ഡിഗ്രി സെൽഷ്യസ് ആക്കിയാലോ എത്രയായിട്ടുണ്ടായിരിക്കും അല്ലേ? എത്രയായിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ഏതാണ്ട് ഒരു 5 ലിറ്ററോളം എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചേർത്ത് ഞാൻ ഒരു ഗ്രാഫ് വരച്ചു അല്ലെ, ഒരു പോയിന്റിലൂടെ ഞാൻ വീണ്ടും ടെമ്പറേച്ചർ വെച്ച് എത്ര എത്തി? 0 ഡിഗ്രിയിൽ എത്തിയെന്ന് വിചാരിക്കുക. 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ എത്തുമ്പോൾ വോളിയം 0 ആവുമോ? 0 ആവൂല അല്ലേ. കാരണം എന്താ? വോളിയം 0 എന്ന് വെച്ചാൽ കാണാൻ എന്തെങ്കിലും ഉണ്ടോ? വോളിയം 0 എന്ന് വെച്ചാൽ ഇരിക്കാൻ സ്ഥലം വേണ്ടെന്നാണ്. അങ്ങനെ ഒരിക്കലും ആവത്തില്ല അല്ലേ. കാരണം 0 ഡിഗ്രിയിൽ എല്ലാ ഗ്യാസുകളും 0 ഒന്നും ആയിട്ടില്ല. നമുക്കറിയാം, നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിൽ ഓക്സിജൻ കിട്ടും, നൈട്രോജൻ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും 0 ആവത്തില്ല. എത്രയെങ്കിലും ആവും. ഞാൻ പറയുന്നു ഒരു 3 ലിറ്റർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഒരു ലൈൻ വരച്ചാൽ ആ ലൈൻ എന്തായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അതെന്തായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഗ്രാഫ് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോയിന്റിനെ വലുതാക്കി വരയ്ക്കണം. പണ്ടേയുള്ള ട്രിക്കാണ്. പോയിന്റ് വരത്ത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പോയിന്റിനെ കുറച്ച് കടുപ്പിച്ചാൽ മതി, കിട്ടും. സോ ചാൾസ് ലോ പറയുന്നത് എന്താണ്? പ്രഷറിന് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അത് നിങ്ങൾ പഠിച്ചു വെച്ചോളേ. നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ആരൊക്കെ പറ്റിയിട്ടാ? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, 3 ആൾക്കാരെ പറ്റി ചാപ്റ്റർ പഠിക്കുന്നത്. ഇതിൽ പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റാണ്. ഇപ്പോൾ വോളിയവും ടെമ്പറേച്ചർ തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞോളണം? പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞോളണം. അപ്പോഴേ ഈ നിയമമൊക്കെ ബാധകമാകുള്ളൂ. അപ്പോൾ ഇവിടെ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? പ്രഷറിന് മാറ്റമൊന്നുമില്ല കേട്ടോ. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് വോളിയം എന്ന് പറയുന്നത് അല്ലേ, ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം കുറയും. അപ്പോൾ ടെമ്പറേച്ചറും വോളിയവും എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടെമ്പറേച്ചറും വോളിയം എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കുറയും. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഈ ഗ്രാഫിൻ്റെ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഇത് നെഗറ്റീവിലോട്ട് പോവുകയാണ് അല്ലേ. നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് ഒന്നിരിക്കട്ടെ. നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ വോളിയം കുറയും. അങ്ങനെ കുറച്ച് ഇനി പറയുന്നത് തിയററ്റിക്കലാണ്, യഥാർത്ഥത്തിൽ നടക്കത്തില്ല, തിയറി. അങ്ങനെ കുറച്ച് നമ്മൾ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഇവിടെ വോളിയം എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അങ്ങനെ നമ്മൾ കുറച്ച് പോകാൻ പറ്റിയാൽ
ഐഡിയൽ ഗ്യാസ് കണ്ടീഷനാണ്. യഥാർത്ഥ ജീവിതത്തിൽ നടക്കത്തില്ല. തിയററ്റിക്കലി പോയാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ആ ടെമ്പറേച്ചർ എത്തുമ്പോൾ വോളിയം 0 ആയിരിക്കും. ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് തിയററ്റിക്കലി കണ്ടെത്താൻ പറ്റി. എത്രയാണത്? അത് 273 -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടെത്തി. അപ്പോൾ നിങ്ങൾ പറയും ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ടെമ്പറേച്ചർ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് 0 കെൽവിൻ അല്ലേ? 0 കെൽവിൻ അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും? അബ്സല്യൂട്ട് 0 അല്ലേ? 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0. ആ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ എന്ത് പറ്റും? എല്ലാ വസ്തുക്കളുടെയും എനർജി 0 ആയിട്ട് മാറും. അപ്പോൾ വോളിയോട് എന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. ഈ ടെമ്പറേച്ചറിനെയാണ് ഇപ്പം ഞാൻ ഈ വരച്ച ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഏതാ -273 കെൽവിൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? -273 ഡിഗ്രി സെൽഷ്യസ്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? 0 കെൽവിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ എന്നല്ല എഴുതിയിരിക്കുന്നത് 0 കെൽവിൻ. കാരണം ലോഡ് കെൽവിനാണ് ഇത് കണ്ടെത്തിയത്. ഈ ടെമ്പറേച്ചർ കണ്ടെത്തിയ ലോഡ് കെൽവിനാണ്. ചാൾസ് നിയമം പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞേ? ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ ഈ പറയുന്ന ചാൾസ് ലോ പ്രമാണിച്ചൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, ചാൾസ് ലോ വെച്ച് നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റിലേഷനാണ്. ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കൂടുന്നു. ഇനി അത് കുറഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക പോയിന്റ് എത്തും. ആ പോയിന്റിൽ വോളിയം എന്ന് പറയുന്നത് 0 ആകും. ആ ടെമ്പറേച്ചറാണ് കെൽവിൻ, 0 കെൽവിൻ അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0. അപ്പോൾ ഇവിടെ അറിയാലോ ഈ ടെമ്പറേച്ചർ ഏതാ? ഇതാണ് എന്ത്? 273 കെൽവിൻ. വെള്ളം തിളയ്ക്കുന്ന ടെമ്പറേച്ചർ എത്രയാ? 373 കെൽവിൻ. ഇതൊക്കെ ഞാൻ ടെമ്പറേച്ചർ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓർമ്മയില്ലേ? ഇത് കണ്ടുപിടിച്ചത് കെൽവിൻ സ്കെയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു കെൽവിൻ പിന്നെ നമ്മൾ പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? എന്ന് പഠിപ്പിച്ചതേ ഓർമ്മയില്ല. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അനുസരിച്ച് കൂടും അല്ലെങ്കിൽ കുറയും. കുറഞ്ഞൊരു പോയിന്റ് എത്തുമ്പോൾ അത് ഇല്ലാതെയും ആകും. ഇതാണ് സംഭവം. ഓക്കെ, ഇതാ കണ്ടോ? ഇതാണ് ഇതാ ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലോട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. ഇഫ് ദ ഗ്രാഫ് ഈസ് എക്സ്ട്രാപൊളേറ്റഡ് ബാക്ക്വേർഡ്. ഈ പോയിന്റാണ് 100. ഇവിടുന്ന് താഴോട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു നിശ്ചിത പോയിന്റിൽ എത്തും. അതാണ് -273 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത് 0 കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ പറയുന്ന -273 ഡിഗ്രി സെൽഷ്യസിൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 മാറും അല്ലേ? കാരണം എന്താ? വോളിയം ഈ y ആക്സിസ് അല്ലേ? ഈ വോളിയം ഇവിടെ എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? വോളിയം എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. വിച്ച് ഈസ് തിയററ്റിക്കലി പോസിബിൾ ബട്ട് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇനി നമ്മൾ വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ എടുത്തത് ഒരു കോൺസ്റ്റന്റ് പ്രഷർ. ഇനി പ്രഷർ മാറ്റുന്നു. നമുക്കറിയാം പ്രഷർ കൂട്ടിയാൽ എന്ത് പറ്റും? വോളിയം കുറയും. പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയൂലേ? ബോയിൽസ് ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്ത പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനാണെന്ന് വിചാരിക്കുക. ഞാൻ പ്രഷറിനെ എന്ത് ചെയ്തു? കൂട്ടി. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. എങ്കിലും ഇനി പ്രഷർ കുറച്ച് വോളിയം കൂട്ടിയാലും ഇനി എന്തൊക്കെ ചെയ്താലും നമ്മൾ ഇതിനെ ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് -273 എന്ന ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഇതെല്ലാം എന്തിലോട്ട് എത്തിയിരിക്കും? 0 എത്തിയിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രഷർ മനസ്സിലാക്കും. ഓക്കെ, സോ ലോഡ് കെൽവിനാണ് ഇത് കണ്ടെത്തിയത്. എന്താണ്? ലോവസ്റ്റ് ടെമ്പറേച്ചർ ഒരു ഗ്യാസിന് എത്താൻ പറ്റുന്ന എത്രയാണ്? -273 ആണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം -273 എത്തുമെന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് അബ്സല്യൂട്ട് 0 എന്ന് വിളിപ്പിക്കുന്നത് അല്ലെങ്കിൽ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? പിടികിട്ടിയോ സംഭവം? അപ്പോൾ ഇതാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ചാൾസ് ലോയിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ചാൾസ് ലോ ഡെഫിനിഷനിലോട്ട് വരികയാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് മാസിൻ്റെയാണ്. മാസ് മാറ്റാൻ പാടില്ല, പ്രഷറും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ആദ്യം V എഴുതുന്ന നേരത്തെ പോലെ പറയുമ്പോഴാണെങ്കിൽ എഴുതുമ്പോൾ തിരിച്ച P ഈസ് പ്രൊപ്പോർഷണൽ ടു T. ഇനി ഹൈഡ്രോജൻ ഗ്യാസിൻ്റെ അത്രയും വോളിയം പ്രഷർ ചേഞ്ച് ഓക്സിജൻ ഉണ്ടാവുമോ? ഇനി അതായിരിക്കും നൈട്രോജന്? അല്ല, അത് ഓരോ ഗ്യാസിനും ഡിപ്പെൻഡ് ചെയ്യും. സോ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് കൊണ്ടുവന്നു? ഒരു കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. അതായത് വോളിയം എന്ന് പറയുന്നത് കൂടും ടെമ്പറേച്ചർ അനുസരിച്ച്, പക്ഷേ എത്രത്തോളം കൂടും എന്ന് പറയുന്നത് മറ്റൊരു കോൺസ്റ്റന്റിന് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ വോയിൽസ് ലോ ചെയ്ത പോലെ കോൺസ്റ്റന്റിനെ ഇവിടെ ഇട്ടിട്ട് ഇവൻ ഇപ്പുറത്തുണ്ട്. അപ്പോൾ എന്ത് വരും? വോളിയം ബൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് K. ഒരു K ആണ്. ഈ K എന്ന് പറയുന്നത് ഓരോ ഗ്യാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ്. സോ ചാൾസ് ലോയുടെ റിലേഷൻ, അവിടുത്തെ നമ്മളെ ബോയിൽസ് ലോയുടെ റിലേഷൻ എന്തായിരുന്നു? PV ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരുന്നു അല്ലേ? ഇവിടെ എന്താണ്? ഇവിടെ V/T എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് വേണം. അപ്പോൾ ഗ്രാഫ് ഞാനിവിടെ തന്നിട്ടുണ്ട്, അറിയാമല്ലോ. ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിന് നമ്മൾ ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് എത്തും 273 വെച്ചിട്ട് 0. ഞാൻ ഇവിടെ ആ പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഇത് തിയററ്റിക്കലി മാത്രമാണ് നടക്കുന്നത്, പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല. ഈ പറയുന്ന -273 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 കെൽവിനെയാണ് അബ്സല്യൂട്ട് 0 എന്ന് വിളിക്കുന്നത്. 1 വേർഡിൽ ചോദിക്കും, മാറിപ്പോവും, മറക്കരുത്. ഓക്കെ,
അപ്പോൾ ഇനി ഇത് നമ്മൾ പ്രഷർ മാറ്റിയെന്ന് വെച്ച് മാറത്തില്ല. ഏത് പ്രഷറിൽ ഗ്യാസ് എടുത്താലും അതെല്ലാം വരുന്നത് ഈ ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും. സെറ്റല്ലേ? അടുത്ത് കെൽവിൻ സ്കെയിലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ശരി. ഇനി വോളിയം ടെമ്പറേച്ചർ റിലേഷൻ, അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഒരു ഗിവൺ അല്ലെ ഒരു ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് നമ്മൾ എടുത്താൽ അവിടുത്തെ വോളിയം, ആദ്യം ഉണ്ടായിരുന്ന വോളിയം V1 ആണ്, അപ്പോൾ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ T1 ആണ്. നമ്മൾ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ കൂടി T2 ആക്കുമ്പോൾ വോളിയം കൂടുകയോ കുറയുകയോ ചെയ്ത് V2 ആയിട്ട് മാറും അല്ലേ? ഞാനിപ്പോൾ ആദ്യം ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് എടുത്തു. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 5 ലിറ്ററാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ ടെമ്പറേച്ചറിനെ കൂട്ടി എത്രയാക്കി? 20 ഡിഗ്രി സെൽഷ്യസ് ആക്കിയപ്പോൾ വോളിയം എന്ന് പറയുന്നത് കൂടി എത്രയായി? 10 ലിറ്റർ ആയി. എങ്കിൽ മാസ് മാറ്റമില്ലല്ലോ, പ്രഷർ മാറ്റമില്ലല്ലോ. എങ്കിൽ നോക്ക്, ഇത് V1, ഇത് T1, ഇത് V2, ഇത് T2. എങ്കിൽ ഈ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം V1/T1 എന്ന് പറയുന്നത് V2/T2 ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ 5/10 എന്ന് പറഞ്ഞാലും 10/20 എന്ന് പറഞ്ഞാലും ഉത്തരം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെ ആണ്. ഉത്തരം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെ ആണ്. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ടായാലും നമുക്ക് ആൻസർ എത്ര തന്നെ വരും അല്ലേ? വരത്തില്ലേ? 5/10 എത്ര? 0.5. 0 പോയി. 1/2 എന്ന് വെച്ചാൽ എത്ര തന്നെയാണ്? 0.5. സോ ഇത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ചാൾസ് ലോയുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ഉണ്ടാകും. ഇത് ഇവിടുത്തെ ചോദ്യം നോക്കി. ഒരു ഗ്യാസ് ഉണ്ട്, ഗ്യാസിൻ്റെ വോളിയം 150 ലിറ്റർ ആണ്. എപ്പോൾ? 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. എങ്കിൽ നമ്മളതിനെ 0 ഡിഗ്രി സെൽഷ്യസിൽ കൊണ്ടുപോകുമ്പോൾ വോളിയം എത്രയായിട്ട് മാറും? തന്നിട്ടുള്ളത് എടുത്ത് എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി അല്ലെ? ആദ്യം തന്നിട്ടുള്ളതിന് നമുക്ക് എന്തെടുക്കാം? V1 എന്ന് എടുക്കാം. എത്രയാണത്? 150 ലിറ്റർ. എടാ, ഇപ്പോൾ ചോദ്യം ഫുൾ ലിറ്ററിലാണെങ്കിൽ ലിറ്റർ ഇട്ട് ചെയ്താൽ മതി, മാറ്റണ്ട. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അടുത്ത് V2 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് അറിയില്ല. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യണം? കെൽവിനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ ഡിഗ്രിയിലിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ നമ്മൾ ഡിഗ്രി ഉപയോഗിക്കത്തില്ല. ടെമ്പറേച്ചറിന് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കെൽവിനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡിഗ്രി കെൽവിനോട്ട് മാറ്റാൻ എത്ര കൂട്ടിയാൽ മതി? 273 കൂട്ടിയാൽ മതി. മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് 150 ലിറ്റർ. ഓക്കെ, എന്ത് എഴുതുന്നില്ലേ? 150 ലിറ്റർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 27 കൂടി ആകുമ്പോൾ 300 കെൽവിൻ. V2 എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. T2 എന്ന് പറയുന്നത് എത്രയാണ്? 273 കെൽവിൻ. 0 + 273, ഇവിടെയും 273 കൂട്ടും കേട്ടോ. കിട്ടും. എങ്ങനെ കിട്ടും? ഇവിടെ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതണം അല്ലേ? V1/T1 = V2/T2. വേണ്ടത് V2. ഇവനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? V1 × T2/T1 = V2. എഴുതുമ്പോൾ നമുക്ക് എത്ര കിട്ടും? V1 എത്ര? 150 × T2 എത്ര? 273/T1 എത്ര? 300. 0 വെട്ടിപ്പോയി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 136.5 ലിറ്റർ എന്ന് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യം നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. അതായത് ഇവിടെ നമ്മളിപ്പോൾ ഈ കാര്യം പറഞ്ഞു, ഈ ചോദ്യവും പറഞ്ഞു. അടുത്ത ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ള ചോദ്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ചോദ്യം, ദ വോളിയം ഓഫ് എ ഗ്യാസ്. ഓക്കെ, ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 300 കെൽവിൻ. ഇവിടെ കെൽവിനെ തന്നു. സോ പരിപാടിയിൽ 60 മില്ലി ലിറ്റർ ആണ്. ഇനി മില്ലി ലിറ്ററിലോട്ട് മാറ്റണമെങ്കിൽ മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 20 ml ആയിട്ട് ഇത് മാറുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ എത്ര? ടെമ്പറേച്ചറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള എന്താണ്? ടെമ്പറേച്ചർ T1 എത്രയാണ്? 300 കെൽവിൻ. വോളിയം V1 എന്ന് പറയുന്നത് 60 മില്ലി ലിറ്റർ. 60 ml ഇട്ടും ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിറ്ററിലോട്ട് മാറ്റാം. ഞാൻ ഇവിടെ തൽക്കാലം മാറ്റുന്നില്ല. T2 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയില്ല. V2 എന്ന് പറയുന്നത് എത്രയാണ്? 20 ml. ഓക്കെ, കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താണ്? V1/T1 = V2/T2. കണ്ടുപിടിക്കാനുള്ള എന്താണ്? T2 ആണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് ഞാൻ റെസിപ്രോക്കൽ എടുക്കും, കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ്. അപ്പോൾ എന്ത് വരും? റെസിപ്രോക്കൽ തിരിച്ചെഴുതണം കേട്ടോ. T1/V1 = T2/V2. അപ്പോൾ ഇനി കണ്ടുപിടിക്കാനുള്ളത് T2 ആണ്. എളുപ്പമാണ്. ഇവനെ അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? T1 × ഇവനെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? × V2 / V1 എന്ന് പറയുന്നതാണ് T2. T1 എത്രയാണ്? 300 ×
V2 എത്രയാണ് 20 ഡിവൈഡഡ് ബൈ V1 എത്രയാണ് 60 ഇസ് ഈക്വൽ ടു എന്താണ് T2 ആണ്. 0 വെട്ടിപ്പോയി അല്ലേ. 2 6 3 തവണ 3 1 തവണ 100. T2 എന്ന് പറയുന്നത് എത്ര കിട്ടും 100 ഡിഗ്രി സെൽഷ്യസ് ആണോ കെൽവിൻ ആണോ കെൽവിൻ ആണ് അല്ലേ. 100 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം കൂടി പറയുന്നുണ്ട്, നോക്കടാ. ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ 2 ഗ്രാഫ്സ്. അപ്പോൾ എന്താണ് ടെമ്പറേച്ചറും പിന്നെ ആരാ വോളിയവും തമ്മിലുള്ള ബന്ധമാണ് തന്നിട്ടുള്ളത് അല്ലേ. വോളിയവും ടെമ്പറേച്ചറും സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇത് ഏത് നിയമമാണ്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് വോളിയം? ടെമ്പറേച്ചർ കൂടുമ്പോൾ അല്ലെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇത് V/T × T ഗ്രാഫാണ്. എന്ന് വെച്ചാൽ ഇവിടെ Y ആക്സിസിൽ എടുത്തേക്കുന്നത് വോളിയം അല്ല, വോളിയം ബൈ ടെമ്പറേച്ചർ ആണ് എടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, വോളിയം ബൈ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇവിടെ ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു മുമ്പ് നമ്മൾ എഴുതിയ കാര്യമാണ് അല്ലേ. നോക്ക്, നമ്മൾ എന്താ എഴുതിയത് V = K × T. അങ്ങനെയാണെങ്കിൽ V/T എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് V/T ഒരു കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് ഗ്രാഫ് എന്ത് ചെയ്യുന്നത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോകുന്നത്. V/T മാറത്തില്ല ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം. മാറുമോ? ഇല്ല അല്ലേ. നമ്മൾ നേരത്തെ ആദ്യം ചെയ്തു, നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ. ഇവിടെ എടുത്തപ്പോഴും 0.5, അയ്യോ ഇവിടെയാണ് എടുത്തത്, ഇതാ കണ്ടോ, ഇവിടെ എടുത്തപ്പോഴും 0.5, ഇവിടെ എടുത്തപ്പോഴും 0.5 മാറില്ല. അപ്പോൾ ഗ്രാഫിൽ അത് ഒരേ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അപ്പോൾ കുറച്ച് മാത്തമാറ്റിക്കലി ഒന്ന് ശ്രദ്ധിക്കണം. ടു വിച്ച് ഗ്യാസ് ലോ ഡു ദീസ് ഗ്രാഫ് റിലേറ്റ്? ഏതാണ്? ചാൾസ് ലോ. സ്റ്റേറ്റ് ദ ലോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ വാല്യൂ ഓഫ് V/T? എന്താണ്? V/T വിൽ ബി എ കോൺസ്റ്റന്റ്. V/T എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ട് കൺഫ്യൂഷൻ അടിക്കരുത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്താൽ മതി. V/T എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് സമ്മർ വെഹിക്കിൾ ടയേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ അറ്റ് ലോ പ്രഷർ. അതായത് ചൂട് സമയത്ത് നമ്മുടെ വണ്ടിയുടെ ടയറിലെ പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും കുറച്ചായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. കാരണം എന്ത് പറ്റും? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, പ്രഷർ കൂടെ കൂട്ടി വെച്ച് ടയർ പൊട്ടി തെറിക്കും. ഇനി ലിക്വിഡ് അമോണിയയുടെ കേസ് ഇവിടെ നോക്കിയോ. ഈ ചോദ്യം പറയണ്ടല്ലോ അല്ലേ, ഞാൻ ചോദ്യം ഉത്തരവായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. ഇനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനകത്ത് എന്തൊക്കെയാണ്? ഒന്ന്, ടയർ നമ്മൾ ലോ പ്രഷറിൽ ഫില്ല് ചെയ്യും ചൂട് സമയത്ത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാ? ബിക്കോസ് വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വോളിയം വിൽ ഇൻക്രീസ്. പ്രഷർ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ പ്രഷർ എന്തുകൊണ്ടാണ് പറഞ്ഞേടാ? നമ്മൾ നോർമലി ഇപ്പോൾ 32 അടിക്കുമെങ്കിൽ ചൂട് സമയത്താണെങ്കിൽ നമ്മൾ എത്ര അടിച്ചാൽ മതി? ഒരു 31 അല്ലെങ്കിൽ 30 അല്ലെ 30 PSI പ്രഷറിലോ അടിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂട് സമയമാണ്, നമ്മൾ ടയറിൽ എയർ ഫില്ല് ചെയ്തു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കൂടുതലാകുന്നത് കാരണം വോളിയം കൂടും. അപ്പോൾ ടയറിൽ എന്ത് പറ്റും? എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഹൈ പ്രഷറിലാണെങ്കിൽ പ്രഷർ വീണ്ടും 32 അടിക്കുമ്പോൾ അല്ലെ, നമ്മൾ എപ്പോഴും അടിക്കുന്ന 32 അടിച്ചാൽ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 34 വല്ലതും ആയിപ്പോവും. അപ്പോൾ വണ്ടി ഓടിക്കാൻ സുഖം കാണത്തില്ല. അതാണ് സംഭവം. അപ്പോൾ പ്രഷർ എന്ന് കണ്ടുകൊണ്ട് ബോയിൽസ് ലോ എന്ന് എഴുതുന്നത് ഇവിടെ ചാൾസ് ലോയുടെ ആപ്ലിക്കേഷനാണ് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി ലിക്വിഡ് അമോണിയ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം അല്ലേ, പെട്ടെന്ന് പുറത്തെടുക്കുമ്പോൾ ഗ്യാസ് ആയിട്ട് മാറും, എന്തിനേയും പെട്ടെന്ന് തണുപ്പിക്കും. ഇതിന് നമ്മൾ എപ്പോഴും എന്താണ് തണുത്ത കണ്ടെയ്നറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എടാ നമ്മൾ ഈ പറയുന്ന ലിക്വിഡ് അമോണിയ, ഈ ചോദ്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഓക്കെ, നമ്മളിതിനെ കോൾഡ് വാട്ടറിൽ മുക്കി വയ്ക്കും ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകുന്നൊരു സാധനമാണ്, പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകും. അപ്പോൾ വേപ്പറൈസ് ആയി പോകുമ്പോൾ നമ്മൾ ഈ പറയുന്ന കണ്ടെയ്നർ ഇരിക്കുകയാണ്, കണ്ടെയ്നറിനകത്ത് ലിക്വിഡ് അമോണിയ ഇരിക്കുകയാണ്. പുറത്ത് ചൂടാണെങ്കിൽ ഇവിടുത്തെ വോളിയം കൂടും. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ ഇത് പൊട്ടിത്തെറിക്കാനും കളയാനും ഒക്കെ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഈ പറയുന്ന പുറത്തെ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും? പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡേഞ്ചറസ് റിലീസ് ഓഫ് അമോണിയ ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിന് എന്ത് ചെയ്യുന്നത്? കോൾഡ് വാട്ടറിൽ വയ്ക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ വോളിയവും മാക്സിമം കുറഞ്ഞിരിക്കും. പക്ഷേ പ്രഷർ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതിലൂടെ പ്രഷറിനെയും കുറയ്ക്കണം. ഇതാണ് ഇതിൻ്റെ ഇവരുടെ ആപ്ലിക്കേഷൻ എന്ന് പറയും. ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന അമോണിയായി നമ്മൾ എന്ത് ചെയ്യും? തണുത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം കുറഞ്ഞിരിക്കും. വോളിയം കുറഞ്ഞിരുന്നാൽ അകത്തുള്ള പ്രഷർ ബിൽഡപ്പും കുറവായിരിക്കും. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എത്രയും പോരെ ഇതുവരെ നമ്മളപ്പോൾ ചാൾസ് ലോയും ഫിനിഷ് ചെയ്യും. ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യും? അവകാട്ടുള്ളവരുടെ ക്ലാസ്സും പോസ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട.